ഷാഫി വടകര ചെന്നപ്പോൾ ഒരു ഓളം ഉണ്ടായിരുന്നല്ലോ, ആ ഓളം ഇവിടെ ഇല്ല. അതല്ലാണ്ട് പാർലമെന്റ് ഇലക്ഷൻ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ബ്രോഡർ ക്യാൻവാസ് ആണ്, പിന്നെ ഒരു ബിഗർ ഏരിയ ആണ്, ഇത് കുറച്ചും കൂടെ കോൺസ്റ്റിറ്റ്യുവൻസി. പക്ഷേ ഇവിടെ ഞാൻ ഓളത്തേക്കാൾ കൂടുതൽ കാണുന്നത് ഗ്രൗണ്ടിൽ അക്സെപ്റ്റൻസ് ആണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഗ്രൗണ്ടിൽ പോകുമ്പോൾ ആളുകളെടുക്കെ പോകുമ്പോൾ ആളുകളുടെ റെസ്പോൺസും ബിഹേവിയറും, പിന്നെ ഇവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേണും ഉണ്ട്, പാലക്കാടിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേണും ഉണ്ട്. അതൊക്കെ കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഓളത്തേക്കാൾ കൂടുതൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടൊരു ഇൻഫ്ലുവൻസ് കാൻഡിഡേറ്റിനും UDF-നും ഉണ്ട്. പിന്നെ രാഹുലിനെ എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും മാങ്കൂട്ടം അല്ലേന്ന് ആളുകൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പരിചയപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തെ വളരെ നന്നായിട്ട് പാലക്കാട്ടെ ജനങ്ങൾക്ക് അറിയാം. ഈ സന്ദീപ് വാര്യർ വരവ് എങ്ങനെയുണ്ടാവും കോൺഗ്രസിന്? നല്ലതല്ലേ? ഒന്നും വേണ്ട, ഒരാഴ്ച മുമ്പ് വരെയുള്ള ചർച്ച എന്തായാലും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വ്യക്തിയല്ലല്ലോ, ആശയമല്ലേ പ്രധാനം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലായിരുന്നു കൂടെ കൂട്ടാൻ? അല്ല, അതൊന്നുമല്ല.